ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ വൈകുന്നേരത്ത് ഞങ്ങൾ കുട്ടികളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ അങ്ങാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ വീട്ടിലുള്ള സമയത്ത് തന്നെയാണ് കേട്ടോ അവരുടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു അങ്ങാടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബാർബർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭായിമാരാണ് കേട്ടോ. അവർ വെട്ടിയാൽ തന്നെ മോൾക്കൊക്കെ നല്ല മുടി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മോനിക്കാണെങ്കിൽ നമുക്ക് പിന്നെ ആൺകുട്ടികളെക്കാട്ടിയും നമുക്ക് പെൺകുട്ടികൾക്കാണല്ലോ മുടിക്കൊന്നും കൂടെ ഇതുള്ളത്. അപ്പോൾ അങ്ങനെ മുടി വെട്ടലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരത്തൊന്ന് ഞാൻ അകത്തൊക്കെ ഒന്ന് തുടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ പൊടിയൊക്കെ നല്ലോണം കാറ്റൊക്കെ വീശണതിനെ കൊണ്ട് തന്നെ നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേര സമയത്ത്. അപ്പോൾ നമുക്ക് ചെറിയ ആൾ നിലത്ത് വിടണം എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് തുടക്കണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുടക്കാനും വേണ്ടിയിട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ മഗ്‌രിബിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കനും കൊണ്ട് ഒരു കറി രൂപത്തിൽ പൊരിച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തു. ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ്. അപ്പോൾ ഇന്നെപ്പോലെ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ട് അപ്പോൾ ഉള്ളൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാ സംഭവങ്ങളും, അതായത് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ സ്പൈസസ് ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കന് സാധാരണ നമ്മൾ മാരിനേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുക. എന്നിട്ട് ചിക്കൻ പൊരിച്ചിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ മസാല ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പച്ച സ്മെല്ല് പോകണ വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ഒക്കെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക.
അങ്ങനെ ഇപ്പോൾ അതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു അല്പം മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.